അമ്പമ്പോ ഇറാൻ എന്ന രാജ്യം വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഭരണാധികാരികൾ ഭീതിയിലാണ്. അയത്തുള്ള ഖമേനിയെ പോലെ ഇറാൻ അടക്കി ഭരിക്കുന്ന നേതാവ് രാജ്യം വിടാൻ തയ്യാറെടുക്കുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങുന്നു. യഥാർത്ഥത്തിൽ ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയുടെയും യൂറോപ്പിൻ്റെ ഉപരോധം മൂലം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പിടിയിലായ ഇറാന് കൂടുതൽ ആഘാതമായിരിക്കുകയാണ് അവിടുത്തെ ആഭ്യന്തര പ്രക്ഷോഭം. ജനത്തിന് ആഭ്യന്തര പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ അനവധി കാര്യങ്ങൾ രാജ്യത്തുണ്ട്. കുതിച്ചു കയറുന്ന പണപ്പെരുപ്പം, ഭരണകൂടത്തിൻ്റെ കെടുകാര്യസ്ഥത, ചെറിയ തെറ്റുകൾക്ക് പോലും വധശിക്ഷ നടപ്പിലാക്കുന്ന നാട്, ഇതൊക്കെ ജനങ്ങളെ ഒപ്പം മനുഷ്യാവകാശ സംഘടനകളെയും അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ്. അവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ പോലും പ്രതിഷേധത്തിൻ്റെ വഴിയിൽ നീങ്ങുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. 2025 ഇതുവരെ മാത്രം ഔദ്യോഗിക കണക്ക് പ്രകാരം 1000-ലേറെ പേരെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. അതും പരസ്യമായാണ് പലരെയും വധശിക്ഷയ്ക്കും മറ്റും വിധേയരാക്കുന്നത്. ജനത്തെ അടിച്ചമർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഭരണാധികാരികൾ ഇത്തരം സംവിധാനങ്ങളിലേക്ക് പോയത് എങ്കിലും ഇപ്പോൾ ഭരണാധികാരികളെ തിരിച്ചടിക്കുന്ന രീതിയിലേക്ക് ജനം ഈ വിഷയത്തെ സ്വീകരിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഇസ്രായേലുമായും US-ഉമായും നടന്ന സംഘർഷങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ ബാധിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഉപരോധം അനുഭവപ്പെടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. പണപ്പെരുപ്പം അതോടെ കത്തിക്കയറുകയാണ്. കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുകയാണ്. എണ്ണ വ്യവസായം ഉൾപ്പെടെ പല മേഖലകളും വലിയ തകർച്ചയിലാണ്. IMFന്റെ വിലയിരുത്തൽ പ്രകാരം 2025 ഇറാന്റെ GDP വളർച്ച വെറും 0-ന് അടുത്തായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർക്കണം, 2023 5.3%, 2024 3.7% വളർച്ചാ നിരക്ക്. അവിടെ നിന്നാണ് ഈ 2025 അവസാനിക്കുമ്പോഴേക്ക് 0-ലേക്ക് ഇറാന്റെ GDP റേറ്റ് പോകുന്നത്. അതുമാത്രമല്ല, 43% ഇറാനിൽ പണപ്പെരുപ്പ് എന്നതുകൂടി ഓർക്കണം. ലോകത്തെ ഏറ്റവും ഉയർന്ന പണപ്പെരുപ്പ നിരക്കുകൾ ഒന്നാണ് ഇറാനിൽ സംഭവിക്കുന്നത്. ഓരോ വർഷവും രാജ്യത്തെ ഉൽപ്പന്നങ്ങളുടെ വില അമ്പരപ്പിക്കും വിധം കുതിച്ചുയരുകയാണ്. പിന്നെ ജനത്തിന് എങ്ങനെ പൊറുതിമുട്ടാതിരിക്കും? ഭരണതലത്തിലുള്ള ക്രമക്കേടുണ്ട്, അഴിമതിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇറാനെ വല്ലാതെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. ജനം ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു ഇസ്ലാമിക രാജ്യമെന്ന രീതിയിൽ ഭരണാധികാരികൾക്കെതിരെ ജനം തിരിയില്ല എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ആയിരുന്നു അവർക്ക്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജനം തെരുവിലിറങ്ങുന്നു. ഏതാണ്ട് 100ഓളം സ്ഥലങ്ങളിൽ അയത്തുള്ള ഖമേനിക്കെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെടുകയാണ്. അവിടെ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രാജ്യത്തെ ഒട്ടുമിക്ക പ്രവിശ്യകളിലേക്കും പ്രക്ഷോഭം വ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയാണ്. അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും ജനങ്ങൾക്കെതിരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒട്ടേറെ പേർ കൊല്ലപ്പെടുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 40-ലടുത്ത ആളുകളാണ് അവിടുത്തെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് കൂനിന്മേൽ കുരു പോലെ ആ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഇനിയും പ്രക്ഷോഭം തുടർന്നാൽ, ജനത്തെ കൊല്ലുന്നത് തുടർന്നാൽ ഇടപെടുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിനോട് ചേർത്ത് വെക്കണം ഇപ്പോഴത്തെ പുതിയ സൈനിക നീക്കം ട്രംപിന്റെ. അമേരിക്കയുടെ കർശനമായ ആവശ്യങ്ങളുണ്ട്, ഭീഷണികളുണ്ട്. ഇതിൽ നേതാക്കൾ വല്ലാത്ത തോതിൽ ഒരു പ്രതിസന്ധിയിലായ പശ്ചാത്തലം കൂടിയുണ്ട്. പ്രക്ഷോഭം മുന്നോട്ട് പോവുകയും അമേരിക്ക ഇടപെടുകയും ചെയ്താൽ നിലവിലുള്ള അവസ്ഥ അപകടകരമാകുമെന്ന് ഇറാൻ തന്നെ സമ്മതിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് പുതിയ സാഹചര്യം നമ്മൾ പ്രധാനമായും നിരീക്ഷിക്കേണ്ടത്. അതായത് അമേരിക്കയുടെ അടുത്ത ഇറാൻ അയക്കുമെന്നാണ് ഇറാൻ അധികൃതർ തന്നെ ഭയപ്പെടുന്നത്. ഇറാനിയൻ സമ്പദ് വ്യവസ്ഥ വർഷങ്ങളായി US അടക്കമുള്ള രാജ്യങ്ങളുടെ ഉപരോധത്താൽ തകർന്ന അവസ്ഥയിലാണ്. കൂടാതെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രായേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ 1000-ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 1000 പേർക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തു. ആണവ കേന്ദ്രങ്ങൾക്ക് തകരാർ സംഭവിച്ചു. അത് ചില്ലറ പ്രതിസന്ധി അല്ല, സാമ്പത്തികമായും ഇറാനിൽ സൃഷ്ടിച്ചത്. അതായത് ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. US പോർ വിമാനങ്ങളടക്കം മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. US-ന്റെ സൈനിക വിമാനങ്ങൾ ബ്രിട്ടനിൽ ലാൻഡ് ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലമുണ്ട്. ബ്രിട്ടനിലെ RAF ഫെയർഫോർട്ട്, മെൽഡഹൻ ഹാൾ, ലേക്കൻ ഹീത്ത് എന്നീ വ്യോമത്താവളങ്ങളിലാണ് US വിമാനങ്ങൾ എത്തിയതെന്നാണ് റിപ്പോർട്ട്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും US സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന വ്യോമത്താവളമാണ് ഇവ. ബ്രിട്ടനിലെത്തിയ വിമാനങ്ങളിൽ പലതും അമേരിക്കയുടെ 160ാമത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഏവിയേഷൻ റെജിമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വെനസ്വേലയിൽ നടത്തിയ സൈനിക നീക്കം എങ്ങനെയാണോ അതേ തരത്തിൽ ഇറാനിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ലോകത്ത് നടുക്കിയ ആ സംഭവം, അതിന് പിന്നാലെ ഇപ്പോഴും ഇറാനിലും ആ ആശങ്ക പടരുന്ന പശ്ചാത്തലമാണ്. കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ ജനങ്ങളുടെ പ്രക്ഷോഭം ആളിക്കത്തുന്നു. ഇതിനിടയിലാണ് ഈ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത് അമേരിക്ക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
US വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5, C-17 എന്നീ വിമാനങ്ങളും യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കർ വിമാനങ്ങളും മധ്യേഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. US നിന്നും UK വ്യോമത്താവളങ്ങളിലേക്കാണ് ഇവയും പുറപ്പെട്ടത്. ഇത്തരത്തിലുള്ള ചില സംശയങ്ങളാണ് മാധ്യമങ്ങൾക്ക് ചില സൂചനകൾ നൽകുന്നത് എന്നുള്ളതാണ്. യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും US സൈനികർക്ക് ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങളിലേക്കാണ് പല വിമാനങ്ങളും എത്തിയത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നായി ഉള്ളത്. സൈനികർ, കനത്ത കവചിത വാഹനങ്ങൾ, ചിനൂക്ക്, ബ്ലാക്ക് ഹോക്ക് തുടങ്ങിയ ഹെലികോപ്റ്ററുകൾ എന്നിവ അതിവേഗം അവിടേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അതായത് വലിയ സൈനിക നീക്കം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അമേരിക്കയാണ്, നമുക്കറിയാം, ഒന്നും പ്രവചിക്കാനാവില്ല എന്താണ് അവരുടെ ലക്ഷ്യമെന്നും എപ്പോൾ അവർ സാധിക്കുമെന്നുള്ളതും. അങ്ങനെ പല ലോകരാജ്യങ്ങളിലും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധിച്ചെടുത്തിട്ടുണ്ട്. ആരും ചോദ്യം ചെയ്യാനില്ല. ഐക്യരാഷ്ട്രസഭ പോലും പലപ്പോഴും നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കാം. അയത്തുള്ള ഖമേനി അടക്കം മദൂറോയെ പോലെ പിടിച്ചുകൊണ്ട് പോയേക്കാം എന്നൊക്കെയുള്ള വിവരങ്ങൾ അഭ്യൂഹങ്ങളായി രാജ്യത്ത് പടരുന്നുണ്ട്. ഇപ്പോഴത്തെ അശാന്തിക്ക് പുറമെ വീണ്ടും വലിയ അശാന്തി ആ രാജ്യത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.